പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ചേർന്ന് പാടാമോ? ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കാ മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കാ മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ കർമ്മവും പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഹല്ലേലൂയ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ആരാധന നടക്കുമ്പോൾ എന്നെ ദൈവാത്മാവ് കാണിച്ചൊരു കാഴ്ച പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കടലിൽ ഹല്ലേലൂയ നമ്മൾ എന്താതിന് പറയുന്നത്, ചാകര വരും. ചാകര കടൽ തീരത്ത് മീനുകളിങ്ങനെ കൂട്ടമായിട്ട് കയറി വരും. അതിനെ ചാകരയെന്ന് പറയുന്നത്. ഇഷ്ടം പോലെ വലയിടാതെ കയറി വന്ന് പിടിക്കുന്നു. അപ്പോൾ ഈ ചാകര വരുമ്പം ഒരാൾക്ക് വേണ്ടിയല്ല ഇത് വരുന്നത്. അവിടെയുള്ള ദേശത്തുള്ളവരെല്ലാം പോയി വാരിക്കൊണ്ട് പോകും. എല്ലാവരും, മീൻപിടുത്തക്കാരും വാരും, അല്ലാത്തവരും വാരും, എല്ലാവരും വാരി കൊട്ടപ്പടി വാരിക്കൊണ്ട് പോകും. സ്തോത്രം. അപ്പോൾ ഇതുപോലെ ദൈവം ഈ ദേശത്തൊരു തിര അയക്കാൻ പോവുക.
ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, മഴക്കാറും കാണത്തില്ല, പക്ഷേ ഈ താഴ്വരയെല്ലാം വെള്ളം കൊണ്ട് നിറയും. അതുപോലെ ദൈവം ഈ ദേശത്തൊരു തിര അയക്കാൻ പോവാണ്. ഞാൻ തിര ഇങ്ങനെ കയറി വരുന്നത് ഇപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുക. സ്തോത്രം. ആ തിര കയറി വരുമ്പോൾ അതൊരു ആത്മാവിൻ്റെ ശക്തമേറിയ പ്രവാഹമാണ്. സ്തോത്രം. അപ്പോൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സഭകളിലെല്ലാം ഈ മീനുകൾ കയറും. ഒരു സഭയെന്നല്ല, അതിനു വേണ്ടി ഏതൊക്കെ സഭകൾ ആർത്തിയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ആ സഭകളിലേക്കെല്ലാം ഈ മീൻ കയറും. വളരെ പ്രാർത്ഥിക്കുക, ദൈവം അത് ഈ നാളുകൾ തന്നെ ദേശത്ത് അയക്കട്ടെ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഇങ്ങനെ ബൈബിള് തുറന്നു വെച്ചിരിക്കുന്നൊരു കാഴ്ച തന്നെ ദൈവാത്മാവ് കാണിച്ചു. അന്നേരം പെട്ടെന്ന് ആത്മാവ് പറഞ്ഞു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, സ്തോത്രം, എൻ്റെ വചനങ്ങളെ ഭക്ഷിക്കുവാനുള്ളൊരാർത്തി ഞാൻ ജനത്തിൻ്റെ മേൽ അയക്കും. സ്തോത്രം. നമുക്കറിയുന്ന ആളുകൾ ഈ രാജ്യത്തൊക്കെ അത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. യൗവനക്കാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി വെളിയിലോട്ട്. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ദൈവം അത് ചെയ്യുവാൻ സമയമായി. നമ്മൾ അതിനോട് ചേർന്ന് വന്നാൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. ആ വിശപ്പ് യൗവനക്കാരുടെ ഒക്കെ ഉള്ളിലേക്ക് പകരാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കറിയാം, ഒരു 2 മിനിറ്റും ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്ന പിതാവേ, വാഴ്ത്തുന്ന പിതാവ്. റബ റഖബ റബ റഖബ ലഹഷിയന്തന അൽക്കമനമ ശത്തുറബ റഖബ റഖബ രഹന്തൽ പ്രവരക. അസാന്നിധ്യം ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവേ. ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. We welcome you, Holy Spirit. We lift your holy name. Lord, you are holy, holy, holy. We lift your holy name. Rabba rabba rakamana mashandana ragana alghana ragana hastal pramana ramsha baruche baure rabbe. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, യേശുവിനെ ഉയർത്തുവാൻ പിതാവേ അങ്ങയ്ക്ക് മഹത്വം വരുമാറ് യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. അടിയനെയും ബലപ്പെടുത്തണം, അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണം. അവരുടെ ചെവികൾ തുറന്നിരിക്കട്ടെ, ഹൃദയക്കണ്ണ് തുറക്കട്ടെ. റബറഹമനമസിയന്തന. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു പോളിഷിങ് ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ എന്നോട് ഇടപെട്ടെടുത്ത വചനം അതല്ലെങ്കിലും എനിക്ക് ഒന്ന് കാര്യം മനസ്സിലായി. ഇന്നലെ പറഞ്ഞത് മതി, അതിനകത്തെല്ലാം വരും. ഒരു പോളിഷിങ് നടക്കും. ഇപ്പോൾ ഇതിൻ്റെ വചനം ഇങ്ങനെ പറയുന്നില്ല, നമ്മളെ ഞാൻ നിന്നെ ഒരു മിനിക്ക് അമ്പാക്കി എൻ്റെ പൂണിയിൽ മറച്ചു വച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ എന്നാ പറയണ, എന്നത്തിനെ അതങ്ങനെ വെച്ചിരിക്കുന്നത്? അതിൻ്റെ സമയമാകുമ്പോൾ അത് പുറത്തെടുത്തിട്ട് ആ വില്ല് കുലച്ച് ദുഷ്ടനെ എയ്ത് വീഴ്ത്തണം. അതിന് ആ മിനുക്കി അമ്പാക്കി. അപ്പം ഈ അമ്പിനെ മിനുക്കി വെച്ചെങ്കിലേ പെട്ടെന്നായിരിക്കും എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. ടൈം വി ഡോണ്ട് നോ, സഡൻലി വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആൻഡ് ഷൂട്ട്. അപ്പോൾ അതിനെന്തായിരിക്കണം? ഇതെപ്പോഴും എന്തായിരിക്കണം? മിനുങ്ങിയിരിക്കണം, മൂർച്ചയോടെ ഇരിക്കണം. അപ്പോൾ ഓൾറെഡി ആലയിൽ ഇന്നലെ നിങ്ങൾ കേട്ടത് ഒഴുകിപ്പോകുന്നില്ലെങ്കിൽ അത് മതി. ഇനി ഞാൻ മിനുക്കുന്ന കാര്യം കൂടെ പറയാൻ പ്രയാസമാണ് നിങ്ങൾക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ
2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ആ, അടുത്തോടെ വായിച്ചു. ആ, മതി. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മളെപ്പോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് അല്ലേ? ദൈവം ആരുടെയും കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ ദൈവം പ്രവൃത്തി ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ, ഞാൻ എൻ്റെ വിടുതൽ കാണും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വാസ്തവമാണ് കേട്ടോ. അതൊരു ഒരു ഒരു സൈഡ്. സ്തോത്രം. എന്നാൽ ഞാൻ ആ സൈഡല്ല ഇന്ന് പറയാൻ നിൽക്കുന്നത്, അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകാൻ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചെയ്യുന്നതെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിലുള്ളത് ദൈവം ചെയ്യും. പിശാച് പറയും അതൊന്നും സംഭവിക്കത്തില്ല, അതങ്ങനെ, അതോടെ അത് തീരും, വിടുതൽ നടക്കത്തില്ലെന്നൊക്കെ പിശാച് പറയും. പക്ഷേ ഈ പിശാചിനും അത്ഭുതപ്പെടുമാറ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പുസ്തകത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട്. ഈ നാളുകൾ നോക്കിയാൽ നമ്മുടെ അനേകരുടെയും ദൈവമക്കളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവം പലതും ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പിശാച് ലജ്ജിച്ചു പോകാനായിട്ട് ഏറ്റവും ഒടുവിലേ ദൈവം ചെയ്യത്തുള്ളൂ. പക്ഷേ അത് മഹത്വമേറിയതായിരിക്കും, ശ്രേഷ്ഠകരമായതായിരിക്കും, ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണവുമായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അത് നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ മറുവശത്ത് ആത്മീയ വശമുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ആത്മീയ വശത്തിലേക്ക് നോക്കിയാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അല്ല പറയുന്ന, ഇച്ചിരി സ്റ്റെപ്പ് കൂടിയ ഭാഗങ്ങളാണ് പറയുന്നത്, എന്നോട് ചേർന്ന് വരണം. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നുവരെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. പറയാമോ? അയ്യോ, അതിനെ അത്രയ്ക്ക് അറിയത്തില്ലേ? ഏഞ്ചൽസ് അല്ലെ, ദൂതന്മാർ, ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ, ഒന്നുകൂടെ അപ്പുറത്തോട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടുള്ളവരാ. പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ദൂതന്മാർ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ എൻ ടൈമിൽ ജീസസ്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ 7 ആത്മാക്കളുടെ പകർച്ച വെളിപ്പെടാൻ പോകുക. അപ്പം ഈ 7 സ്പിരിറ്റ് ഓഫ് ദ ഗോഡിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കളിൽ ഓരോ ആത്മാക്കളോട് 7 ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലാതെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പെന്തക്കോസ്ത് നാളിൽ മാളിക മുകളിൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റാണ് അവിടെ വെളിപ്പെട്ടത്. എന്നാൽ അതല്ല ഇത് ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ. നമുക്കറിയാം, 7 ദീപങ്ങൾ, 7 മുദ്രകൾ, ഇങ്ങനെ കുറേ 7 ഇവിടെ പറയുന്നുണ്ട്. പുസ്തകങ്ങളെല്ലാം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ 7 ആത്മാക്കളെ ഇനി അങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോവുക.
അപ്പം ഈ 7 ആത്മാക്കൾ ഇറങ്ങി. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, അന്നേരം അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ജ്ഞാനം, വിവേകം, ഇതിൻ്റെ എല്ലാം ലെവല് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ ഈ റോഡ് ഇവിടെ പോകുമ്പോൾ അപ്പുറത്തൂടെ പോകുന്ന ആളെ നോക്കിയിട്ട് നിന്നിൽ ഇന്ന വിഷയമുണ്ട്, അല്ലെ നിൻ്റെ ആളിൽ ആരോടും പറയാതെ നീ ഒതുക്കി വച്ചിരിക്കുന്ന ക്യാൻസർ രോഗം നിൻ്റെ മേലുണ്ട്. ഇപ്പുറത്തുനിന്നുകൊണ്ട് ഒരു കൊച്ചു പറയാ, കേൾക്കുന്ന പുള്ളി അവിടെ സ്തംഭിച്ചു പോയിട്ട് അവൻ അപ്പോഴേ രക്ഷിക്കപ്പെടും. ഓ, നിൻ്റെ കൂടെ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ പുറകെ ഇയാൾ ഓടി വരും. അല്ലേ ആ ലെവലിലേക്ക് ഇത് മാറാൻ പോകുന്നേ. എന്നാൽ ഇന്ന് വരെ ഈ പരിശുദ്ധാത്മാവ് 7 ആത്മാക്കളുടെ കാലാകാലങ്ങളിൽ അവയെ റിലീസ് ചെയ്തതിനപ്പുറത്തായി ഈ നാളിൽ വെളിപ്പെടുമ്പോൾ ദൂതന്മാർ പോലും കണ്ടിട്ടില്ലാത്ത ആത്മാക്കളുടെ പ്രവൃത്തിയാണ് വെളിപ്പെടാൻ പോകുന്നത്. അതാ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ദൈവത്തിൻ്റെ 7 ആത്മാക്കളുടെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സഹായം എനിക്ക് വേണം. ഞാൻ പറഞ്ഞായിരുന്നു, ആലേലി എനിക്ക് വേണം, അങ്ങയുടെ സഹായം എനിക്ക് വേണം. ഈ അന്ത്യനാളുകളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് അങ്ങയുടെ സഹായം വേണം. ചോദിച്ചു മേടിക്കണം. ഇനി അന്യഭാഷ ഇല്ലാത്തവർ പ്ലീസ് നിങ്ങൾ ചോദിച്ചു മേടിക്കണം. വെറുതെ കിട്ടുകയല്ല. ഹല്ലേലൂയ. വെറുതെ കിട്ടുകയല്ലത്. ചോദിച്ചു മേടിക്കണം. മെനക്കെട്ട് ചോദിക്കണം. മെനക്കെട്ട് ചോദിച്ചാൽ തരും. അന്നേരം ചില കണ്ടീഷനുകൾ പറയും. സ്തോത്രം. ആ കണ്ടീഷന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിക്കാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞിട്ട് 1991 ഡിസംബർ 29 ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എൻ്റെ വൈഫ് ഒന്നിച്ച് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് എന്നെ അന്ന് രാത്രി ഇയ്യോബിൻ്റെ പുസ്തകം എന്നെ കാണിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം കഷ്ടതയുടെ പുസ്തകമാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ ആ പുസ്തകം ഇങ്ങനെ എന്നെ കാണിക്കുന്നു. ഒരു 2-3 ആഴ്ചത്തേന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്നാനപ്പെട്ടിട്ട് സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളങ്ങോട്ട് മറിഞ്ഞ് ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ആ ഒരു അനുഭവം തന്നെ ഞങ്ങളിൽ വരുവാനിടയായി. ഹല്ലേലൂയ. വൈഫിൻ്റെ ശരീരത്ത് മുഴുവൻ ഈ നമ്മുടെ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള മുഴകൾ വരും. ആശുപത്രി കൊണ്ടുപോയി കീറി നോക്കി, അതിനകത്തൊന്നുമില്ല. തല മുഴുവൻ ചൊറി. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി 8 വർഷം അത് പോയി. 8 വർഷം പോയി. ഹല്ലേലൂയ. പോട്ടെ. അപ്പം ഇങ്ങനെ ആലയിരിക്കുന്ന സമയത്താണ് അന്ന് എനിക്ക് തുടങ്ങിയ ദർശനം കേട്ടോ. സ്നാനപ്പെട്ട അന്ന് രാത്രി ദർശനം കേട്ടായി. സ്തോത്രം. ഇനി അത് വെളിപ്പാടായി മാറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കാണുന്ന അതാ വെളിപ്പാട്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അതിൻ്റെ ഹല്ലേലൂയ വിവേചന വരം. ആത്മാക്കളെ കണ്ടാൽ അവരുടെ നിലവാരം എന്തെന്നുള്ളത് തിരിച്ചറിയുന്ന വിവേചന വരം വന്നിങ്ങനെ ഓരോന്ന് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഹല്ലേലൂയയ്ക്ക് മുമ്പ് സ്ഥാനപ്പെട്ടു. 3 വർഷമായിട്ടും എനിക്ക് അന്യഭാഷ കിട്ടിയില്ല. സ്തോത്രം. ഈ കാര്യം ഒക്കെ ഉണ്ടെങ്കിലും അന്യഭാഷയില്ല. അപ്പോൾ ആ സമയങ്ങളിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഭാഷന്മാരെൻ്റെ തലയിൽ കൈവച്ച് ശക്തമായിട്ട് കുലുക്കിയിട്ട് പറയും, പ്രാപിച്ചോ എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് കിട്ടിയില്ല. ഉള്ള കാര്യം പറയുന്നത് തന്നെ. സ്തോത്രം. അപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം വന്നു. ഒരു വൈരാഗ്യം പറഞ്ഞ് മനസ്സിലായല്ലോ. എനിക്ക് വന്നു, എനിക്കിത് വേണം. ഞാൻ പറയാൻ തുടങ്ങി, കർത്താവ് എനിക്കിത് വേണം. ഇല്ല, പറ്റത്തില്ല. അങ്ങനെ ഞാൻ മല്ല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ മല്ല് പിടിച്ച് ഞാൻ ഈ ജോലിക്ക് പോകുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും? സ്തോത്രം പറയും, യേശുവിൻ്റെ രക്തം പറയും, കൂട്ടത്തിൽ പറയും, കർത്താവെ എനിക്ക് വേണം.
എന്നെ നിറയ്ക്കണം. അങ്ങനെ പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം 2 കാര്യങ്ങൾ എന്നെ കാണിച്ചു. 2 കാര്യങ്ങൾ ഞാൻ ക്രമപ്പെടാനുള്ളതായിരുന്നു. അത് ഞാൻ ക്രമപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു. പിന്നെയും നിർത്തിയില്ല കേട്ടോ, പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, ഹല്ലേലൂയ, എന്നെ നിറയ്ക്കണം, എന്നെ നിറയ്ക്കണം. അങ്ങനെ 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ആ ബൈക്കിൽ ഇരുന്ന് എൻ്റെ നാവിനൊരു വ്യത്യാസം വന്നിട്ട് ഞാൻ 2-3 വാക്ക് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് തുടങ്ങി. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ ഈ ജോലിക്കൊക്കെ പോയിട്ട് എന്നാൽ ഒന്നൊന്ന് പ്രയറിന് പോകാമെന്നും പറഞ്ഞ് പെട്ടെന്ന് എല്ലാം ഒതുക്കിയിട്ട് ഞാൻ തിരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന കൂട്ടായ്മയിലേക്ക് വന്നു. അവിടെ വന്ന് കയറുമ്പോൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്ന് പറയുന്ന പാട്ട് പാടി അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വന്ന് അതിനകത്തോട്ട് കയറിയിരുന്നു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആത്മാവിൽ പാടി ഇവരുടെ കൂടെ. അങ്ങനെ ഞാൻ അന്യഭാഷയുടെ നിറവ് പ്രാപിച്ച്. പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ആർത്തി വേണം. നിങ്ങൾക്കൊരാർത്തി ഉണ്ടെങ്കിൽ മുട്ടിച്ച് ചോദിക്കണം. കർത്താവിനെ പറഞ്ഞ് ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം വേണ്ടുവോളം കൊടുത്തു. ലജ്ജ കൂടാതെ മുട്ടിച്ചാൽ ചിലപ്പം പ്രവചനപരത്തോടെ ആയിരിക്കും നിറയ്ക്കുന്നത്, ചിലപ്പം വെളിപ്പാടോടെ ആയിരിക്കും നിറയ്ക്കുന്നത്, ചിലപ്പോൾ രോഗശാന്തിയുടെ വരത്തോടെ ആയിരിക്കും നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ അങ്ങനെ അന്യഭാഷ ഇല്ലാത്തവർ അത് മുട്ടിച്ച് ചോദിച്ച് മേടിക്കണം. നിങ്ങൾക്കൊരാർത്തി വന്നാൽ മതി. പിന്നെ പോകുമ്പോഴും വെടിക്ക് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവേ എന്നെ നിറയ്ക്കണം, നിറയ്ക്കണം. ആർത്തിയുള്ളവരെ തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് അത് തരാത്ത കേട്ടോ ജീസസ്. ഞാനൊരിക്കലും ഓർക്കുന്നു, ഹല്ലേലൂയ, നമ്മുടെ ബോംബെക്കടുത്ത് സ്തോത്രം രത്നഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരിക്കൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ 14 വർഷമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ആത്മാവിനെ പ്രാപിക്കാഞ്ഞ, അല്ലെങ്കിൽ ആത്മസ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, അത് പ്രാപിക്കാഞ്ഞ ഒരു ആൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭാഷ വലിയ ആഗ്രഹമാണ് ഇതൊന്ന് പ്രാപിക്കണം. ഞാൻ പറഞ്ഞു 3 ദിവസം ഉപവാസിക്കുക. ഒറ്റ കാര്യം ചെയ്തു, ഈ 3 ദിവസം വിടാതെ പിടിച്ചു, കർത്താവേ എന്നെ നിറയ്ക്കണം. അത് തന്നെ ചോദിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോളാം, വേറെ 5 വിഷയം വരണ്ട. എന്തായാലും കൃപയാൽ ആ സഹോദരനെ 3-ാം ദിവസം വചനപരീക്ഷ കഴിഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയെ കറങ്ങ് നിറഞ്ഞു. നല്ല ക്ലിയറായി അന്യഭാഷ പറഞ്ഞ് ശക്തമായി ആരാധിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആർത്തിയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഈ സ്നാനം കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ പടികൾ കയറുന്നത് നമ്മുടെ ആർത്തി അനുസരിച്ചാണ്. നമുക്കേത് ലെവലിലേക്ക് എത്തണം ആ ലെവലിൽ കൊണ്ടെത്തിക്കും. ആർത്തി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ചെയ്യും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നോക്കിയാൽ ഈ ടൈമിൽ ഹല്ലേലൂയ നമ്മളിലേക്ക് പകരാൻ ഒരുങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കളുടെ പകർച്ച എന്നിലും നിങ്ങളിലും വെളിപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്നുവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത തലത്തിൽ, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത നിലയിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ ഇന്നത്തെ പ്രവാചകന്മാർ അത്ഭുതപ്പെടുമാറ്, ഇന്ന് കൃപാവരങ്ങൾ വ്യാപാരം ചെയ്യുന്നവർ അത്ഭുതപ്പെടുമാറ് ഈ ആത്മാവിൻ്റെ പകർച്ച വ്യാപരിക്കും. അതിൻ്റെ ഒരേ അടയാളമാണ് മുമ്പേ പറഞ്ഞ വെളിപ്പാട്. തെര വന്നു കയറുമെന്ന് പറഞ്ഞേ, തെര വന്നു കയറും. ജീസസ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ വരെ പൊക്കോണ്ടിരിക്കുന്ന ലെവലിൽ മുൻപോട്ട് കാര്യങ്ങൾ പോകത്തില്ല. പൈശാചിക മണ്ഡലം അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായി അവരെ വെല്ലുന്ന തരത്തിൽ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിലേ ഈ ടൈമിൽ ദൈവം വച്ചിരിക്കുന്ന കണക്ക് പ്രകാരം, നിങ്ങൾ റോമാലേഖനത്തിൽ വായിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളും
ഇസ്രയേലിന് അംശമായി കാഠിന്യം വന്നിരിക്കുന്നു. കാരണം ഈ ഇസ്രയേലല്ലാത്തവരെല്ലാം ജാതികളാണ്, അതറിയാമല്ലോ. നമ്മളും എല്ലാം ജാതികളായിരുന്നു. അവിടുന്ന് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ മകനും മകളുമായി മാറിയത്. അപ്പം ഈ ജാതികളിൽ നിന്ന് ഒരു സംഖ്യാ കണക്ക്, ഇത്ര നമ്പർ ഓഫ് പീപ്പിൾ രക്ഷിക്കപ്പെടണമെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഒരു കണക്കുണ്ട്. ആ കണക്ക് റെഡിയാകുന്നത് വരെ ഈ ഇസ്രയേലിൻ്റെ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കും. ആ കണക്ക് തീരുന്ന ദിവസം, ലാസ്റ്റ് ആത്മാവും രക്ഷിക്കപ്പെടുന്ന ദിവസം കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. അതാ കണക്ക്. കാഹളം ധ്വനിക്കും. സ്തോത്രം. അപ്പോൾ അതിനു വേണ്ടി, അപ്പോൾ അതുവരെ ഇപ്പം നോക്കിയാൽ നമുക്കറിയാം, ഓരോരോ വിഷയങ്ങൾ നിമിത്തം പ്രശ്നങ്ങൾ ഓരോ രാജ്യത്തും ഭയങ്കരമായി വർദ്ധിക്കുകയാണ്. ഇവിടെ ചിലർക്ക് പ്രശ്നങ്ങളാണോ? അല്ല. ഓരോരോ നിയമങ്ങൾ വന്ന് ജോലി ചെയ്യുന്നവരെ ഞെരുക്കി വല്ലാത്ത പരുവത്തിൽ എത്തിക്കുന്ന നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല, എല്ലാ രാജ്യത്തിലും. നമ്മുടെ രാജ്യത്തും കുറവൊന്നുമല്ല, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പം ഈ വിഷയങ്ങൾ ഇങ്ങനെ വന്ന് ദൈവമക്കൾ അവർ ക്ഷീണിച്ച് തളർന്നിട്ട് പുറകോട്ട് പോകാതിരിക്കണമെങ്കിൽ അവരെ ശക്തിപ്പെടുത്തുന്ന, ആലയിൽ ബലപ്പെടുത്തി നിർത്തുന്ന ആത്മപകർച്ചയുടെ ലെവല് മാറി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാ ദൈവം തന്നെ 7 ആത്മാക്കളെ അയക്കാൻ പോകുന്നത്. ജ്ഞാനം വേണ്ടിയിടത്ത് ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ജ്ഞാനത്തോടെ ചിലർ എഴുന്നേൽപ്പിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു വെടിവെച്ച് കൊന്ന ആരായിരുന്നു? ചാർലി ക്രിക്ക്. ഒരു സാധാരണ മനുഷ്യനില്ലാത്ത ജ്ഞാനമായിരുന്നു വചനത്തിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പം ഇതുപോലെ ജ്ഞാനം വേണ്ടിയെടുത്ത് ആർക്കും വെളിപ്പെടാത്ത ജ്ഞാനം വെളിപ്പെടും. വിവേകം വെളിപ്പെടേണ്ടടുത്ത് വിവേകം വെളിപ്പെടും. അധികാരികളുടെ മുമ്പിൽ നിൽക്കാൻ ഏലിയാവ് വന്ന് നിന്നതുപോലെ എന്നാ പറഞ്ഞു? ധൈര്യത്തോടെ പറഞ്ഞു. എന്നാ പറഞ്ഞു? ഇനിയുള്ള നാളുകളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. അതെന്നാ ധൈര്യമായിരുന്നു! ആരെ കൊണ്ട് സാധിക്കും അത്? അതുപോലെ നിന്ന് അധികാരികളുടെ മുമ്പിൽ നിന്ന് പറയണമെങ്കിൽ ഈ 9 ഗിഫ്റ്റ് അല്ല വേണ്ടിയത്, 7 ആത്മാക്കളുടെ ബലമാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെ എഴുന്നേക്കും. സ്തോത്രം. പ്രവചനത്തിൻ്റെ കാര്യം നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇന്നുവരെ കേട്ട പ്രവചനമല്ല ഇനി വെളിപ്പെടാൻ പോകുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതുവരെ പ്രവചിച്ചുകൊണ്ടിരുന്ന വലിയ പ്രവാചകന്മാരെയൊന്നും അല്ല അതിന് ഉപയോഗിക്കാൻ പോകുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കും. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കുമെന്ന്. അവരെ അമ്മയുടെ മാറിലോട്ട് ചേർന്നിട്ട് ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. കൈ കാണിക്കുമ്പോൾ തന്നെ എന്നെ ചെയ്യും? പിശാച് വിട്ടോടിപ്പോകും. ഇവർ നിഷ്കളങ്കരായതുകൊണ്ട് ഇവരിലേക്ക് ആത്മശക്തി പകർന്നു കഴിയുമ്പോൾ ആ പവറിന്റെ മുൻപിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. നമുക്കത്രയും പറ്റിയല്ല. കാരണം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പാപത്തിൻ്റെ ചെളിയിരിപ്പുണ്ട്. ജീസസ്, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. യേശു, ഞാൻ പൂഴ്ത്തി പറയില്ല, ഞങ്ങളുടെ ഈ റോയുടെ, ഞങ്ങളുടെ കൊച്ചുകുഞ്ഞ് റോയുടെ കുഞ്ഞ് ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ നാട്ടിലായിരുന്നു 2.5 വയസ്സ് വരെ. ഞങ്ങളെ ഈ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഹല്ലേലൂയ 4 മണി കഴിയുമ്പം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒന്നുകിൽ അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയല്ല, എൻ്റെ വൈഫോ അല്ലെങ്കിൽ എൻ്റെ ഇളയ മകളോ എടുത്തുകൊണ്ട് മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് അന്നേരമൊന്നും മനസ്സിലായില്ല. ഈ കുഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ കൈ നീട്ടും. ആദ്യമൊക്കെ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പുള്ളിക്കാരി ഇങ്ങനെ പുറത്തു പോകുന്ന ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ കൈ വെച്ച് നീട്ടിച്ച് ഇങ്ങനെ വെക്കുന്നതാണ്.
അപ്പം ഇത് 1-2 പ്രാവശ്യം ഞാൻ ആ സമയത്ത് മുകളിൽ പ്രാർത്ഥിക്കുകയായിരിക്കും. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് റോഡേ കൂടെ പ്രായമുള്ള പഴയ കാലത്തെ ചട്ടയും മുണ്ട് കൊടുത്ത സ്ത്രീകൾ അതുപോലെയുള്ളവർ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് അവർ പോകുന്നതാണ് സന്ധ്യയാകുമ്പോഴത്തേന്. അപ്പോഴെനിക്ക് മനസ്സിലായി കൊച്ചാരെ കണ്ടു, ഈ പിശാചിനെ കണ്ടു. ഞാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ കൊച്ചു സ്വന്തം ഈ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. വ്യത്യാസം കണ്ടോ? ഇതാ ഇനി വെളിപ്പെടാൻ പോകുന്നേ. അതിനാ ഞാൻ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞത്. അല്ലെങ്കിൽ അവർ പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ അവരെ തലത്തിൽ കൊണ്ടുവരണം. കാരണം ഇന്ന് വരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ കൃതിയിൽ തോന്നാത്ത ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഇനി അതിന് കുഴിക്കുകയാണ്. അതിനിടയ്ക്ക് മറ്റൊരു ശത്രു എഴുന്നേൽക്കും കേട്ടോ. ഈ ഒതുങ്ങിപ്പോയ സഭകളില്ലേ, പാരമ്പര്യസഭയല്ല, പെന്തക്കോസ് സഭകൾ, അതിനകത്തെ ഈ എന്നാ അതിന് പറയുന്നേ, എന്ത് കണ്ടാലും കുറ്റം പറയുന്നൊരു ഗ്രൂപ്പില്ലേ, അവരെഴുന്നേക്കും. ഇത് ശരിയല്ല, ഇത് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, എവിടാ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവരെഴുന്നേൽക്കും. പക്ഷെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. ഒരു കുഞ്ഞു അമ്മയുടെ ഈ പിന്നെ തോളയിൽ ഇരുന്നുകൊണ്ട് കൈ നീട്ടിയിട്ട് എന്ന് പറയുമ്പം പിശാച് പോകുന്നതിന് ഇവർക്ക് ആർക്കതിനെ തടയാൻ പറ്റും? ഹല്ലേലൂയ. ഒരു 3-4 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു വ്യക്തിയെ കണ്ട് പ്രവചിക്കാൻ തുടങ്ങിയാൽ, അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ നോക്കി പ്രവചിച്ചാൽ അതിനെ തടയാൻ ആർക്ക് കഴിയും? അതതിനുള്ള നാളുകൾ വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനെ ട്രെയിൻ ചെയ്യണം, ഉത്സാഹിപ്പിക്കണം, അവരത് പ്രാപിക്കട്ടെ, ആ ആത്മപകർച്ച അവരിലേക്ക് വെളിപ്പെടട്ടെ. അതാണ് യോവേൽ പ്രവചനം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും. ഈ പ്രവചനാത്മാവിൻ്റെ വെളിപ്പെടലാ പറയുന്നേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിൻ്റെ താഴത്തെ ഒന്ന് വായിച്ചേ. നമുക്കോ ഹല്ലേലൂയ ദൈവം തൻ്റെ ആത്മാവിനാൽ, ഇപ്പം നമുക്കിതിൻ്റെ ഒരു വെളിപ്പെടൽ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടി. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ദാനിയേൽ പ്രവചനം എടുത്തേ. ദാനിയേൽ പ്രവചനം എൻ്റെ ഒടുവിലത്തെ അധ്യായം 11-ാം അധ്യായമല്ലേ? 12 ഓക്കെ. അവിടോട്ട് വന്നാട്ട് അവിടെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചേ. ഈ വചനങ്ങളെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? അടച്ചു വെക്കണം, എന്നിട്ട് അതിന് മുദ്രയിടണം. കണ്ടോ പറഞ്ഞിരിക്കുന്നത്? പലരും എന്ത് ചെയ്യും? അത് പരിശോധിക്കും, അതുവഴി അവർക്ക് ജ്ഞാനം വർദ്ധിക്കും. ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയേ. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും കണ്ടോ, വാക്യം കണ്ടോ? പരിശോധിച്ച് അതല്ല ഇപ്പുറത്തെ സൈഡിൽ പിന്നെ 9-10 വാക്യം തുടങ്ങുന്ന വായിച്ചേ. അതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് സ്തോത്രം എന്ത് ചെയ്യുന്ന പറഞ്ഞേ? നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. കണ്ടോ? ദുഷ്ടന്മാരിലാരും അത് തിരിച്ചറിയല. അപ്പം പലരും എന്ത് ചെയ്യും?
ഈ വചനങ്ങളെ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചിട്ട് ശോധന ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ഉണ്ടോ? അപ്പം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് നിർമ്മലീകരിച്ചിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഈ വചനത്തെ ശോധന ചെയ്യും. അവർക്കിതിൻ്റെ, അതാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഇപ്പോൾ വായിച്ചത്. രണ്ടാമത്തെ ഭാഗം വായിക്കാൻ പറഞ്ഞില്ലേ? ഒന്നെടുത്തേ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ. കണ്ടോ? അപ്പം തങ്ങളെ നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് ഈ വചനത്തെ ശോധന ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി? അവർക്കെന്ത് കിട്ടി? ഇപ്പോഴേ ആ വായിച്ച വാക്യം കൊരിന്ത്യലേഖനത്തിലെ വായിച്ചോ, ഒന്നുകൂടെ പറഞ്ഞേ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ. കണ്ടോ? വെളിപ്പെടുത്തി കിട്ടി. അല്ലാത്തവരെന്ത് ചെയ്യും? അല്ലാത്തൊരു റെഫറൻസ് ബൈബിളും വേറെ ആരെങ്കിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന വ്യാഖ്യാനമൊക്കെ വായിച്ചിട്ട് അതാ ശരിയെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിലുള്ളവരെന്ത് ചെയ്യും? അവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും, ശുദ്ധീകരണം പ്രാപിക്കും, എന്നിട്ട് ഈ വചനവുമായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കോ എന്ത് ചെയ്തു? ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നു. എന്നെ തന്നു? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിലും. ഇതെന്നൊരുക്കി വെച്ചതാ, എന്നൊരുക്കി വെച്ചതാ അറിയത്തില്ലേ? ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവിൻ്റെ തിരുഹൃദയത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളാണ്. അതിനെ റിലീസ് ചെയ്യാൻ വന്ന സമയമായി. സ്വർഗത്തിൽ ചെന്നിട്ടുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കും. അതാ ഈ 7 ആത്മാക്കളുടെ പകർച്ചയിൽ കൂടെ വെളിപ്പെടാൻ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വളരെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് കാര്യമായി പറയുന്നത്. പക്ഷേ ഈ എൻ ടൈമിൽ നമ്മളിത് മനസ്സിലാക്കി ഇരുന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കർത്താവേ, എനിക്കത് വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവേ, എനിക്കത് ജ്ഞാനം തരണം. ഹല്ലേലൂയ. അങ്ങേ കൂടാതെ എനിക്കിത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞേ, ഐ നീഡ് മോർ ഓഫ് യു ഹോളി സ്പിരിറ്റ്. Hallelujah. I need an intimacy with you. Hallelujah. എന്നിട്ട് നമുക്ക് അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ. കൊരിന്ത്യയിലെ തന്നെ, നമുക്കോ ദൈവം തന്നെ കണ്ടോ? ഈ പരിശുദ്ധാത്മാവിന് പിതാവിൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള പദ്ധതികളുടെ ആഴങ്ങൾ അറിയാം. നമ്മെക്കുറിച്ച് എന്താണ് പിതാവ് തൻ്റെ തിരുഹൃദയത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിന് നന്നായിട്ടറിയാം. അപ്പം നമ്മൾ ചോദിക്കുക, എന്നാ പിന്നെ വെളിപ്പെടാതെ? നമ്മുടെ കുഴപ്പം കൊണ്ട്. നമുക്കിപ്പം നമ്മളെ ദാനിയേൽ പ്രവചനത്തിൽ വായിച്ച പോലെ വേണ്ടും പോലെ നമ്മളെ നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് അടുത്ത് ചെല്ലാൻ കഴിയാത്തത് നിമിത്തം ആത്മാവ് അത് വെളിപ്പെടുത്തുന്നില്ല. അപ്പം നമ്മൾ ആ ആത്മാവിൻ്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആ തലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ദാവീദ് പാപം ചെയ്തു അല്ലേ? പാപം ചെയ്തല്ലോ അല്ലേ? സംശയമുണ്ടോ? അത് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടായിരിക്കുന്നേ. സംശയമുണ്ടോ? അപ്പം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ വന്നു. നീ കാട്ടിൽ ആടിനെ തീറ്റിയപ്പോൾ തൊട്ടുള്ള കഥ ഇങ്ങോട്ട് പറഞ്ഞു.
എന്നിട്ട് ഇന്നതെല്ലാം നിനക്ക് തന്നു. ഇപ്പം നിൻ്റെ യജമാനൻ്റെ ആഗ്രഹത്തെ കൂടെ നിനക്ക് തന്നിട്ട് നിന്നെ ഇവിടെ വായിച്ചിരിക്കുക. എന്നിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ഭാഗം വായിച്ചിട്ടുള്ളവർ ഓർക്കുന്നുണ്ടോ? അവിടെ ഒരു കാര്യം പറഞ്ഞു. പോരാ എങ്കിൽ ഇന്നതും കൂടെ തരുമായിരുന്നു. നിനക്ക് ഇത്രയും തന്നു, അയല എണ്ണി പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, പോരാ എങ്കിൽ ഇന്നതും കൂടെ. എന്നാന്ന് പറഞ്ഞില്ല. പ്രവാചകനോടും ദൈവം പറഞ്ഞില്ല. പ്രവാചകനെ അത് പറയാനേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തിയില്ല. ഇന്നതും കൂടെ നിനക്ക് തരുമായിരുന്നു. കൊടുത്തുമില്ല, വെളിപ്പെടുത്തി പറഞ്ഞുമില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ആത്മാവിനോട് അടുത്തു ചെല്ലാൻ പറ്റാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ മറഞ്ഞു പോവുക. നമ്മളോട് വെളിപ്പെടുത്താൻ പറ്റാതെ വണ്ണം നമ്മൾ അകന്നു നിൽക്കുന്നത് കൊണ്ട് അത് വെളിപ്പെടുത്താതെ മറഞ്ഞു പോവുക. സ്തോത്രം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ? കട്ടിയാണോ? സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ നിർമ്മലീകരിക്കുവാൻ, നമ്മളെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല എന്നതാണ്. അതിൻ്റെ ആഴം നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അതിലേക്ക് പോവുക, അത് പ്രാപിക്കണമെന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. സ്തോത്രം. നമ്മളത് പ്രാപിക്കണം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല. കാര്യം, മെയിൻ വിഷയം ഇതാ. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചതാണ് മെയിൻ വിഷയം. നമ്മളെ നിർമ്മലീകരിക്കാനോ ശുദ്ധീകരിക്കാനോ നമുക്ക് വേണ്ടും പോലെ കഴിയുന്നില്ല. 2, ദൈവപാദത്തിങ്കലിരുന്നിട്ട് ഇതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തണമേ എന്ന് പറയുവാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയമില്ല. ജീസസ്. പക്ഷേ നിങ്ങൾ ആ ലെവലിൽ കയറിയാൽ ഇന്ന് ആകുലപ്പെടുന്ന വിഷയങ്ങളുടെ എല്ലാം വിടുതൽ നടന്നിരിക്കും. ഹല്ലേലൂയ. പിശാച് നമ്മളെ വിട്ട് ഓടിയും പോവും. മാക്സിമം ഞെരുക്കും. നമ്മളെ ലെവൽ എത്താതിരിക്കാൻ മാക്സിമം നമ്മളെ ഞെരുക്കും. നമ്മളോട് പോരാടും. വളഞ്ഞു നിന്ന് പോരാടും. ഹല്ലേലൂയ. വളഞ്ഞു നിന്ന് പോരാടും. നമ്മളെ ലെവൽ എത്തരുത്. കാരണം അവൻ എത്തിയാൽ അവൻ അറിയാം നമ്മൾ പിടിവിട്ടു പോയി. പിന്നെ നമ്മുടെ അടുത്തെത്താൻ പറ്റിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നിത്യത്തിൽ വിശ്രമിക്കുന്ന അതിശ്രേഷ്ഠനായ കർത്താവിന് വേണ്ടി വളരെ ശോഭിച്ചൊരു അഭിഷക്തൻ. അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ടായി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് സാക്ഷാൽ ലൂസിഫറും അവൻ്റെ 2 ദൂതന്മാരും കൂടെ അടുക്ക ചെന്നു. നല്ല യൗവനക്കാരായിട്ടാണ് ചെന്നിട്ട് ചോദിച്ചു, ഹല്ലേലൂയ, നീ ഇതുവരെ യേശുവിന് വേണ്ടി ഓടിയിട്ട് നിനക്ക് എന്നാ ഉണ്ട് മിച്ചം? നിനക്ക് ഈ രോഗവും കടവും അല്ലാതെ വല്ലതും മിച്ചമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നീ എൻ്റെ അടുക്ക വാ, ഞാൻ നിന്നെ ലോകപ്രശസ്ത പ്രവാചകനാക്കാം. ദേവദാസനോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. ഞാൻ നിന്നെ ലോകപ്രശസ്ത പ്രവാചകനാക്കാം. സ്വർണവും പണവും ഞാൻ നിൻ്റെ കാൽ കീഴെ കൂമ്പാരം കൂട്ടാം. കൂമ്പാരമായി കൂട്ടിക്കിടാവുന്ന സ്വർണവും പണവും ഏത് വേണം നീ തിരഞ്ഞെടുക്കും. അപ്പം പരിശുദ്ധാത്മാ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ചെവി പറഞ്ഞു, അവനോട് പറ, എൻ്റെ ആത്മാവിനെ രക്ഷിച്ചത് യേശുവാ, നിനക്ക് പറ്റുമോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു,
എൻ്റെ ആത്മാവിനെ രക്ഷിച്ചത് യേശു. നിനക്ക് പറ്റുമോ? തത്സമയം അവരെ പിന്നെ കണ്ടില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമുക്ക് ഈ നാളുകളിൽ പോരാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ലോകത്തെ ജയിച്ചവനായ യേശു പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ ചുമന്നു. ഹല്ലേലൂയ. ജഡത്തെ ഹല്ലേലൂയ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തോൽപ്പിച്ചു. ഇങ്ങനെ പല വിധത്തിലുള്ള പോരാട്ടങ്ങളിൽ കൂടെ കടന്ന് യേശു പിശാചിനെ ജയിച്ചു. എങ്കിൽ ആ ജയിച്ച യേശു കർത്താവ് നമ്മളെയും വിട്ട് കളയത്തില്ല. പക്ഷേ നമ്മൾ ഉറപ്പോടെ നിൽക്കണം. വിട്ടുപോകുമോ എന്നുള്ള ചിന്തകൾ, വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളഞ്ഞു നിന്ന് പോരാടും. ഹല്ലേലൂയ. ഇത് നമുക്ക് വേണ്ടി വരുന്ന മറുപടിയെ, ദൈവം തരുന്ന മറുപടി. സ്തോത്രം. ഹല്ലേലൂയ. അതുമായി ഇറങ്ങി വരുന്ന ദൂതന്മാർ, നമ്മൾ എബ്രായലേഖനത്തിൽ അവർ നിങ്ങളുടെ സേവകാത്മാക്കളല്ലയോ. ഈ ദൂതന്മാരുടെ കൈക്ക് വാളില്ല, കുന്തവും. അവരെ മറുപടിയുമായി വരുന്ന ദൂതന്മാരാണ് നമുക്ക് കാവൽ നിൽക്കുന്നവരും. പക്ഷേ വിഷയങ്ങൾ അവിടെ ചെന്ന് ദൈവത്തോട് അവതരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവർ ഈ മറുപടിയുമായി, നമ്മൾ നിലവിളിക്കുമ്പോഴേ ദൈവം മറുപടി കൊടുത്തയക്കുക, ദാനിയേൽ പ്രവാചകന് കൊടുത്തയച്ച പോലെ. പക്ഷേ ഇവർ ഈ മറുപടിയായിട്ട് വരുമ്പോൾ ഈ ആത്മാവിൻ്റെ വിവേചനം കൊണ്ട് ഇതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. സ്തോത്രം. അങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. സ്തോത്രം. ഇവർ മറുപടിയുമായി വരുമ്പോൾ ഈ പിശാചുകൾ എന്ത് ചെയ്യുന്നറിയാമോ? വട്ടം നിൽക്കും, വട്ടം. ഈ ദൂതന് വട്ടം നിന്നിട്ട്, പിന്നെ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. ഒരു പ്രവാചകൻ, ഞാൻ ഈ പതിനോട്ട് പോയ സമയം തീർന്ന് പെട്ടെന്ന് നിർത്തുക. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ച് നോക്കിക്കണം, അവിടെ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വട്ടം നിന്നിട്ട് അങ്ങുമിങ്ങുള്ള ബന്ധപ്പാടിലായിരിക്കുമ്പോൾ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് ആ പ്രവാചകൻ പറയുന്ന പോലെയാണ്. ഇവർ വട്ടം നിന്നിട്ട് എന്തു ചെയ്യും? ഈ ദൂതനെ ബന്ധപ്പെടുത്തി അതിനിടയിൽ ഈ നന്മ തട്ടിപ്പറിക്കും, ഈ അനുഗ്രഹം തട്ടിപ്പറിക്കും. എന്നിട്ട് ഈ ആകാശമണ്ഡലത്തിൽ ഇവൻ്റെ ഒരു അരമനയുണ്ട്. എന്നെ കാണിച്ചതാ, വിശദീകരിക്കാൻ ഇപ്പം നേരമില്ല. ഇവൻ്റെ ഒരു അരമനയുണ്ട്. അതാ യേശു പറഞ്ഞ ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അപ്പം ഈ ദൈവമക്കൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെല്ലാം തട്ടിപ്പറിച്ചിട്ട് അവിടെ കൊണ്ട് വച്ചിരിക്കുക. എന്തിനാ? ദുഷ്ടന്മാർക്ക് കൊടുക്കാൻ. അല്ലാതെ അവന്മാർക്ക് കൊടുന്ന ഇത് കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ വളയം നിന്ന് തട്ടിപ്പറിച്ച് നമ്മുടെ കൊണ്ടുമ്പോൾ നമ്മൾ പിന്നെ ഇരുന്ന് നിലവിളിക്കുക. സ്തോത്രം. അവിടാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. നമ്മൾ പ്രാർത്ഥനയിൽ പോരാടി ഈ ദൂതനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് ശക്തി കൊടുപ്പീനെന്ന് സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ദൈവത്തിന് ശക്തി കൊടുക്കുന്നേ? ദൈവത്തിന് ശക്തി വേണോ? നമ്മുടെ ശക്തി വേണോ? തിരിച്ചറിയേണ്ടത്, നമ്മൾ പ്രാർത്ഥിച്ച് ഈ ബലപ്പെടുമ്പോൾ ആ നമ്മളുടെ ശക്തിയും കൂടെ ആരിലേക്ക് പോവുക? ഈ ദൂതനിലേക്ക് പോവുക. അവിടെ ദൂതൻ യുദ്ധം ചെയ്യുമ്പോൾ ഈ വട്ടം നിന്ന് പോരാടുന്ന പിശാചുക്കളുടെ മുമ്പിൽ ഈ ദൂതൻ ക്ഷീണിച്ചു പോകാതെ ആ പോരാട്ടത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ കയറി ചെല്ലുമ്പോൾ ദൂതൻ വിജയിക്കും, നമ്മുടെ ഈ മറുപടി വരും. നമ്മുടെ പ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോൾ ദൂതൻ തോറ്റുപോകും, അനുഗ്രഹം പിശാച് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. അങ്ങനെ പോയ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ഉണ്ട്, നമുക്ക് സമയമില്ല, ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. അല്പസമയം ഇന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന് 4 വചനങ്ങൾ പറഞ്ഞ് കൃത്യമാറേ തന്നെ നിർത്തിയേക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഷുഡമൻ ഹസ്തൽ പ്രമാനക റൈഷല ഹസ്തൽ പ്രവരാറയുടെ പറുച്ച് ബാവുട പറുച്ച് ബാവുടെ റബരി അർക്കരാറകര ഹന്തല പ്രവര ഷൈഡ ബറുക്ഷര ബൗഡേ റബരി അർത്ഥപ്രവാരക റൈഡല ബറുകര. നമ്മുടെ മുൻപിൽ നിന്ന് വന്ന് കുറിവാക്യം മട്ടുപോകരുത്.
ആ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത നിരത്തിലുള്ള ദൈവപ്രവൃത്തി. യെസ്, ഈ തോള് മുതൽ ഈ ഇടത്തെ കൈയുടെ താഴേക്ക് ഹല്ലേലൂയ ഒരു വേദനയും പെരുപ്പും അനുഭവിക്കുന്ന ആരാ ഇതിനകത്ത് നിൽക്കുന്നേ? ആരെങ്കിലും ഉണ്ടോ? തോള് മുതൽ താഴോട്ട് ജീസസ്. അപ്പോട്ടെ ഹല്ലേലൂയ ഷാറാബറഖമന മഷിയ അസ്തലപ്രമനക നംഷേ റബനെ അന്തൽപ്രമന റൈഡ ബറുച്ചല ബൗഡേ റബരെ അതുരഗരാജക റസ്തൽ പ്രവരക റൈഡ കറുകര ഹർഷ റബര ഹതുലാ റബര അർത്ഥപ്രവര ഷൈഡ ബറുച്ചേ ബൗറേ റബരെ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തുതിച്ചുകൊണ്ട് നിന്നാട്ടെ. ദൈവാത്മാ നിങ്ങളോട് ഇടപെടട്ടെ. അറകല ഹസ്തല ഹതിര ഹറുച്ചല അതുല ബറുച്ചല ബൗഡേ റബരെ ഹന്തൽ പ്രമാരക റൈഡ ബറുച്ചര ബൗഡാ റബര അടകാറിബരെ ഹത്തുൽ പ്രവര ഷൈഡ ബറുച്ചര ബൗഡേ റബരെ. വീട്ടിനകത്ത് നമുക്കറിയാം കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ ഈ തടി കൊണ്ടുള്ള കുതിരയെ മേടിച്ച് വെച്ചിട്ടുള്ളവരുണ്ട് ഇല്ലേ? തടികളെ കൊണ്ട് കുതിര ആരെങ്കിലും വീട്ടിലുണ്ടോ? കൊച്ചുങ്ങളെ കയറ്റിയിരുത്തി ആടിക്കുന്ന കുതിര ഉണ്ടോ? ആർക്കെങ്കിലും വീട്ടിലുണ്ടോ? ആരുമില്ല. നിങ്ങൾ അത്രയൊന്നും മേടിക്കാറില്ല. പക്ഷേ അങ്ങനെ ഹല്ലേലൂയ കുതിരപ്പുറത്ത് കയറിയിരുന്ന് ആ കുതിരപ്പുറത്ത് കയറിയിരുന്ന് കുഞ്ഞുങ്ങളെ ആട്ടിക്കളിക്കുന്നത് പോലെ കുതിര വന്ന് വീട്ടിനകത്ത് നിന്ന് ആടുന്നൊരു കാഴ്ചനെ ദൈവാത്മാവ് കാണിക്കുന്നു. റബന ഹസ്തന ഹതുന ഹന്തൽ പ്രമന ഷൈഡ ബറുച്ചല ബൗഡേ റബരെ അജരഗരാജകർ ഹസ്തൽ പ്രവര റൈഡ പ്രവര റംഷ ബറുച്ചേ ബൗഡേ റബരെ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. നറ റബ റഗൽ കര ഹർസന ഹസ്തൽ പ്രമനഗസിയ അതുല ബറുച്ചല ബൗഡ ബറുച്ചേ ബൗഡേ റബരെ ഹന്തൽ പ്രവാരക റൈഡ ബറുച്ചല ബൗഡവ രാജകർ ഹസ്തൽ പ്രവരകസി അസുല ബറുച്ചേ ബൗഡേ റബര. ഈ ഇലക്ട്രിക് അയൺ തേപ്പൂട്ടി അത് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. തേപ്പൂട്ടിയിൽ കൂടെ ഒരു പൊള്ളലേൽക്കുന്ന കാഴ്ചയെ ദൈവാത്മാവ് കാണിക്കുന്നു. അത് തേപ്പൂട്ടി കയ്യിലെടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചത് കയ്യിലെടുക്കുക. റൂഡാറമന ഹസിനാറമന അർത്ഥപ്രവര റൈഡല ബറുക ബൗറാറവര അജലകറക്കവർ അസ്തൽപ്രവര റംഷ ബറുച്ചേ ബൗഡേ റബരെ അതുരാറകര ഹതുരാറകന അതുരകരക്ഷവരേതക രാജക റന്ധര ഘടകര ബൗഡപ്രവരക റീബൽക്കറുകര. പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടമിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം ഒരു മയക്കം പോലെ പോരാടുന്ന ദുഷ്ടപോരികളുടെ മേൽ സർവശക്തൻ്റെ തീയിറങ്ങട്ടെ, തീയിറങ്ങട്ടെ. അർത്ഥരാറികതര വിട്ടുവീശാതെ റൂഡാറാവ റീബല ബറുക അർത്ഥകരുക്ഷേ ഹന്തല മധുര ബൗഡപ്രവരക റൈഡല ബറുക റഗര ജഗരകറുക്കവരേതക രാജകർ അന്തൽ ഘടകം അർത്ഥപ്രവരം റൈഡ ബറുക്ഷം ബൗറ ബരക ബൗറ ബറുക്ഷേ ഋഷിയ റഗന ഹസ്തല മധുര അജലഗന ഘടകവർ അന്തൽ പ്രവരകസിയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നൂറാറകര ഹന്തൽ പ്രമന ഷൈഡ വറുക്ഷ. വളരെ ആഗ്രഹമുണ്ട് ആത്മീയമായി വളരണം, മുന്നോട്ട് പോകണം. എന്നാൽ ഹല്ലേലൂയ ട്രെയിൻ വന്ന് സകലതിനെയും തട്ടിമറിച്ച് അത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ ആത്മാവിലൊരു ആർത്തിയോടെ മുന്നോട്ട് വരുമ്പോഴായിരിക്കും ഈ ട്രെയിൻ വരുന്നത് പോലെ ആലയിലെ ആ ആർത്തിയും തട്ടിക്കളയും, എല്ലാത്തിനും തട്ടിപ്പറിച്ച് പ്രാർത്ഥനയുടെ സമയത്തെയും തട്ടിക്കളയും, ആലയിലെ വേദപുസ്തകം വായിക്കുന്നതിനെയും തട്ടിക്കളയും, ആകെ കുഴിച്ചു മറിച്ച് കളയും. അങ്ങനെ പോരാടുന്ന പോരാട്ടങ്ങൾ ഈ സന്ധ്യാവേളയിൽ ആ പോരാട്ടങ്ങളുടെ മേൽ ദൈവകരം ഇറങ്ങട്ടെ. യേശുവിൻ്റെ അഗ്നിയുടെ കരം വെളിപ്പെടട്ടെ, ആത്മാവിൽ ജ്വലിക്കട്ടെ. അതിരാറകന ഹസ്തല മധുര ബൗഡ ബറുച്ചേ ബൗഡേ റബരെ അർഘര റിഗര ഹന്തൽ പ്രമാരക റഖ റഗന ഹദിന റഗദന അന്തൽ പ്രവരക റൈഡല ഗറുകര ഘർഷി റിബക്ഷി ബൗറക്കറുകര. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. നിങ്ങൾക്ക് ആർത്തിയുണ്ടെങ്കിൽ ദൈവാത്മാ പറയുന്നു, ചിലരെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ, ആലയിൽ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് ശോധന കഴിക്കുവാൻ ആർത്തിയുണ്ടെങ്കിൽ നിങ്ങളെ അതിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവാത്മാവ് ഒരുക്കമാ. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ?
സറഹറഹ ബസിയറഹത്തുര അർഘമന മഷിമന മസുക്കബര ഘടകബര അന്തരഘടകര ഘടകര ഘടകര ഘടകാരകര. അർത്ഥപ്രവര ശാരീരികമായി പ്രയാസങ്ങളും ക്ഷീണങ്ങളുമുള്ളവർ പ്രത്യേകം നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. വീൽ ചെയറിൽ ഇരുത്തുമെന്നും പറഞ്ഞ് പോരാടുന്ന ഒരു പോരാട്ടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അജുടകലഘടകബർ അന്തൽപ്രവര, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകട്ടെ. അർത്ഥരാരികതര ഹന്തൽപ്രവര ഷൈഡ ബറുച്ചേ ബൗഡേ റിബരെ അജുര ബറുച്ചേ ബൗഡേ റിബരെ. യേശുവിൻ്റെ നാമത്തിൽ റൂറാറാഗ രഗര ഗറുക്കെ അർഘരാരികര അജല ഗറുക്കവർ ഏതക രാജകർ ഐഷകറുകര അതുലഘടകവർ അന്തൽഘടക രഹസ്യ. അർത്ഥപ്രവര ഷൈഡപ്രവര. അല്ലേ ലുയ്യ. വിവിധ നിലകളിൽ പോരാട്ടങ്ങൾ അഴിച്ചുവിടുമെന്നും പറഞ്ഞ് കാലിൽ വലിയ ബൂട്ടൊക്കെ ഇട്ട് ആലേലിയ വലിയ വാളും വരിയും ഒക്കെ പിടിച്ച് കടന്നു വരുന്ന ആ ശക്തിയെ ആലേലി അവൻ്റെ കാലിൽ ചങ്ങലയിട്ട് ബന്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഉണർന്ന് പ്രാർത്ഥിച്ചോണം. കൂടാറബര ബൗഡ ബറുച്ചേ ബൗഡേ റബരെ അതുല ബറുച്ചേ ബൗഡേ റബരെ അതുരാറികര അർത്ഥപ്രവര റൈഷര വെറുകര ഹർഷപ്രവരഗതിയ അതുലക്ഷപരക ശാന്തൽപ്രമന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ. ജാനി മനക്ഷി മാനഹാന ഹസ്തഹസ്തൽ പ്രവാരക റഗക്ഷര ഘടകര ഹന്തൽ പ്രവര. കണ്ണിനോട് പോരാടുവാൻ, കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുവാൻ വാദിച്ചു വരുന്ന ഒരു ദുഷ്ടപിശാചിനെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. കണ്ണിന്മേൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിയാൽ കൈവച്ച് യേശുവിൻ്റെ രക്തം ഒഴിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹറഹമനഹസിയ അസുക്ഷമനഘടകബർ അസ്തുനക്ഷമനഘട അന്തൽക്കറുക ഹർഷപ്രവര. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെയും ഇന്നുമായി അടിയൻ അവരോടുകൂടെ ആയിരുന്നു. അങ്ങ് തന്ന ആലോചനകൾ അറിയിച്ചു. അങ്ങയുടെ വചനം അങ്ങ് വ്യാഖ്യാനിച്ചു തന്നതുപോലെ അവരോട് വിളിച്ചു പറഞ്ഞു. കർത്താവേ, അതവരുടെ ഉള്ളങ്ങളെ സ്പർശിക്കണം. അവരുടെ ആത്മാവിലൊരു കത്തൽ വെളിപ്പെടണം. അടുത്ത ലെവലിലേക്ക് കയറുവാനുള്ള ആർത്തി അവരുടെ മേൽ പകരണം. അവർ നേരിടുന്ന ഓരോ വിഷയങ്ങളുടെ മേലും അങ്ങയുടെ കരം പ്രവർത്തിക്കണം. കർത്താവേ, സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവരെ സഹായിക്കണം. അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണം. ശാരീരികമായി വിടുതൽ ആവശ്യമുള്ളവരുണ്ട്. കർത്താവിൻ്റെ കരം അവരെ തൊട്ട് ബലപ്പെടുത്തണം. ദൈവശക്തി അവരുടെ മേൽ പകരണം. ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. അതിന്മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഭൗതികമായി ഞെരുക്കമുള്ളവരുണ്ട്. കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടണം. അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. കുടുംബമായവരെ അനുഗ്രഹിച്ചാട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. കുഞ്ഞുങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞ് അങ്ങേ ആരാധിച്ച് അങ്ങയുടെ കൃപ പ്രാപിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അങ്ങയുടെ ദാസനെയും കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. കർത്താവിൻ്റെ കരം അങ്ങയുടെ ദാസൻ്റെ മേൽ ശക്തമായി ഇറങ്ങി വരണം. അഭിഷേകത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കയറുവാൻ, ആത്മാവിൽ ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ. അടകര ഘടകര ഹസ്തര അന്തരക്ഷപരഘടകവർ അസ്തൽപ്രവര റൈഡപ്രവര. പരിശുദ്ധാത്മാവ് സഹായിക്കണം. തൃക്കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ മക്കളെ, ഈ സഭയെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.